Hello dears, welcome back to Thunder Kitchen Recipes. ഇന്നത്തെ എൻ്റെ റെസിപ്പിയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്. നമ്മളെപ്പോഴും ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുള്ള ചിക്കൻ റോളാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ റോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എന്തൊരു ടേസ്റ്റാണിത്. നമ്മൾ വാങ്ങിക്കുന്നത് ഇതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഇത് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കില്ല, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു വളരെ ചെറുതായി ചോപ്പ് ചെയ്ത ഒരു മീഡിയം സവാളയാണ് അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത പച്ചമുളകാണ്, അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ നോർമൽ ചില്ലി പൗഡറും ചേർക്കാം, 1/4 ടീസ്പൂൺ. പിന്നെ ഇപ്പോൾ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തത്. 1/2 ടീസ്പൂൺ തന്നെ ഗരമസാല പൗഡറും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതെല്ലാം കൂടി വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ചെറുതായി ചോപ്പ് ചെയ്ത ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിൽ കൂടുതൽ അളവിലെടുക്കാം. ചിക്കൻ പീസസൊക്കെ പെട്ടെന്ന് വേഗം, കാരണം വളരെ ചെറുതായിട്ട് ആണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ കാബേജ്, പിന്നെ കുറച്ച് 3 ടീസ്പൂൺ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം കിടന്ന് ഈ ചിക്കൻ വേവുകയും ചെയ്യും. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചിക്കനും എല്ലാം നന്നായിട്ട് വേകും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ ഞാനിത്. എന്നിട്ട് ബ്രെഡ് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മൈദ കൊണ്ടൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. വളരെ നേർപ്പിച്ച ബാറ്ററാണ്. അല്പം ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. വളരെ നേർപ്പിച്ച ബാറ്ററാണ്. എന്നാലേ നമുക്ക് ദോശ വളരെ നേരിയ ദോശയായി കിട്ടുള്ളൂ. കട്ടിയിൽ കലക്കിയാൽ ദോശ കട്ടിയായി പോവും. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ച് റോൾ ചെയ്യുമ്പോൾ ദോശ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ തിന്നായിട്ടുള്ളൊരു ദോശ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നേർപ്പിച്ചെടുത്ത ബാറ്ററാണ് ഞാൻ കലക്കിയെടുത്തത്. അപ്പോൾ നമുക്കിതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ കണ്ടോ, വളരെ നേരിയ ദോശയാണ്. ഒരു സൈഡ് മാത്രം കുക്കായാൽ മതി, നമുക്കത് മറിച്ചിടേണ്ട ആവശ്യമില്ല. കണ്ടോ, വളരെ നേരിയ ദോശയാണ് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെച്ച് റോൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അവിടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ബാക്കി 2 സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കാൻ. നമ്മൾ മുട്ടക്കടലപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യണത്. എന്നിട്ട് ഒരു സൈഡ് 2 ലോക്ക് ചെയ്തതിന് ശേഷം വളരെ ടൈറ്റ് ചെയ്യരുത് കേട്ടോ. ടൈറ്റ് ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ട് ലൂസാക്കി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ടൈറ്റാക്കി റോൾ ചെയ്താൽ
പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഫില്ലിങ് വെച്ചിരിക്കുന്നതല്ലേ, കൂടുതൽ ഫില്ലിങ് വെക്കരുത് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മൈദപ്പൊടി തന്നെ കലക്കിയതാണ്. ഞാൻ ദോശ ഉണ്ടാക്കിയതിനേലും കുറച്ചുകൂടി ലൂസായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്കും ഞാൻ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നിട്ട് കലക്കിയെടുത്തതാണ്. പിന്നെ വേണ്ടത് ഡ്രൈ ആയിട്ടുള്ള മൈദപ്പൊടിയാണ്. ഇതിലേക്ക് നമ്മൾ ഓരോ ചിക്കൻ റോളും എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വയ്ക്കുക. ഇതുപോലെ എല്ലാം ഒരുമിച്ച് പൊതിഞ്ഞ് വെച്ചിട്ട് ബാക്കി ചെയ്താലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം നിങ്ങളെ കാണിച്ചു തരികയാണ്. എന്നിട്ട് ആ ബാറ്ററിൽ മുക്കുക, മൈദപ്പൊടിയുടെ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിയുക. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആകത്തക്ക വിധം പൊതിഞ്ഞെടുക്കുക. അറ്റത്തെല്ലാം നന്നായിട്ട് പിടിക്കണം. ഇതുപോലെ എല്ലാ എഡ്ജസിൽ വരെ ചിക്കൻ ബ്രെഡ് ക്രംസ് ആകത്തക്ക വിധം പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ആ ചിക്കൻ റോളെല്ലാം ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അതിലേക്ക് ഓരോ ചിക്കൻ റോൾസും ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൽ ഫസ്റ്റ് ട്രിപ്പായിട്ട് 3 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് ഇതിൻ്റെ പുറമെല്ലാം കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് നമ്മുടെ പാകമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഞാനെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്ത് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനല്ലേ. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള ചിക്കൻ റോള് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡിൽ ഉണ്ടാക്കുന്നതിലും നല്ലതാണ് ഈ ദോശയിൽ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോള് നമ്മൾ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലോക്ക്ഡൗണിൽ ഇളവൊക്കെ അനുവദിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ പാലിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും നല്ല ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വീട്ടിലിരുന്ന് കഴിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.